ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ചാണ്. ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന പോർട്ടൽ നമ്മൾ മെയിനായിട്ട് വില്ലേജ് സർട്ടിഫിക്കറ്റുകൾ, ഉദാഹരണത്തിന് ഒന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും പൊതുവേ നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പൊതുവേ SC/STക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ST/ST വിഭാഗങ്ങൾക്കാണ് നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക. ഇതിൻ്റെ അപ്രൂവൽ തരുന്ന അതോറിറ്റി പറയുന്നത് താലൂക്ക് ഓഫീസറാണ്. അതാണ് വ്യത്യാസം. കാസ്റ്റ് സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ജാതി തന്നെയാണ്. അപ്പോൾ SC/STക്കാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുക, SC/ST ഇതര വിഭാഗങ്ങൾക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുക. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. 1 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. കാസ്റ്റ് സർട്ടിഫിക്കറ്റിനും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനൊക്കെ 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതുപോലെ നോൺ ക്രിമിലിയർ, ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റൊക്കെ അതൊന്നും നമുക്കത്ര അങ്ങനെ പൊതുവേ ആവശ്യം വരാത്തതാണ്. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷിക്കാറില്ല പൊതുവേ. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുമാനം, അത് നമ്മൾ പറഞ്ഞു. അതേപോലെ നോൺ ക്രിമിലിയർ നമ്മൾ ഈ മെയിനായിട്ട് സ്റ്റഡി പർപ്പസുകൾ, അപേക്ഷകൾ, ഡിഗ്രി അപേക്ഷകളൊക്കെ ആവശ്യത്തിനാണ് പൊതുവെ ഉപയോഗിക്കുക. അതായത് നോൺ ക്രിമിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ OBC വിഭാഗങ്ങൾക്ക് 12 ലക്ഷത്തിന് താഴെയാണ് അവരുടെ വരുമാനം എന്ന് 12 ലക്ഷത്തിന് താഴെയുള്ള OBCക്കാരാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് നോൺ ക്രിമിലിയർ. സ്റ്റേറ്റ് പർപ്പസിനാണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസറാവും അതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി. സ്റ്റേറ്റ് പർപ്പസിനും നമ്മൾ ഇതാവശ്യം വരും. അതേപോലെ തന്നെ സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റഡി പർപ്പസുകൾക്കൊക്കെ ഇതാവശ്യം വരും. അപ്പോൾ സെൻട്രൽ പർപ്പസിനാണെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് അതിൻ്റെ അപ്രൂവൽ തരേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് മെയിനായിട്ട് വരുന്നതാണ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി നമ്മുടെ കൈവശം, അതായത് നമ്മുടെ അണ്ടറിലാണ്, നമ്മുടെ കയ്യിലാണെന്ന് തെളിയിക്കുന്ന രേഖയാണ് പൊസഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ്. ഈ പൊസഷൻ മെയിനായിട്ട് പഞ്ചായത്ത് ആവശ്യങ്ങൾക്ക്, അതേപോലെ വില്ലേജ് ആവശ്യങ്ങൾക്ക്, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്ക്, അതേപോലെ ബാങ്ക് ലോൺ ആവശ്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ഇത് ഈ കൈവശം വരിക. ഈ ലോൺ ആവശ്യത്തിന് വരുന്ന മറ്റൊരു പൊസഷനാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ്. ഈ പൊസഷനും സാധാ പൊസഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്മേൽ ബാങ്ക് റീകവറി പോലുള്ള നിയമ നടപടികൾ ഇല്ല എന്നുകൂടി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ്. വാല്യുവേഷൻ നമുക്ക് വരുന്നില്ല, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി വരുന്നില്ല. പിന്നുള്ളതാണ് ഫാമിലി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അവകാശികൾ ഇന്ന ആളുകളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഫാമിലി മെമ്പർഷിപ്പ്. അതുതന്നെയാണ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റും. പക്ഷേ അതെന്താ വെച്ചാൽ ഇത് ട്രഷറി ആവശ്യങ്ങൾക്ക്, അതേപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക്, അതായത് ട്രഷറി ആവശ്യങ്ങൾ, പെൻഷൻ, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക്, പെൻഷനാണ് നമ്മളെ സാധാ പെൻഷൻ, നമ്മളെ ഈ സാമൂഹ്യ പെൻഷനല്ല, അല്ലാത്ത പെൻഷൻ ആവശ്യങ്ങൾക്ക്, ട്രഷറി വഴിയുള്ള പെൻഷൻ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണ ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റാണ് ലീഗൽ ഹയർ. ഇത് നമ്മൾ ഓൺലൈനല്ല, ഇത് നേരെ വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ചിട്ട് അവിടുന്ന് താലൂക്ക് വഴി പിന്നെ സെക്രട്ടേറിയറ്റ്ക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നെ ഇത് വരേണ്ടത്, അപ്രൂവൽ തരേണ്ടത്. പിന്നെ അടുത്തത് വരുന്നത് നോൺ റീമാരേജ്. നമുക്ക് ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ഫുള്ളി ഓൺലൈനല്ല. റിലേഷൻഷിപ്പ്, വിഡോവറൊന്നും ഓൺലൈനല്ല. അത് പൊതുവെ ചോദിക്കലും ഈ നമ്മളിപ്പോൾ ഈ പറയാത്ത സർട്ടിഫിക്കറ്റൊന്നും എന്തില്ല, നമുക്കൊരു അപേക്ഷയ്ക്ക് ആവശ്യം വരുന്നതല്ല. അതേപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്
എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്ന ഏരിയയിലാണ്, അതായത് ഇന്ന സ്ഥലത്താണ് ജനിച്ച് വളർന്നത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി. അത് പൊതുവെ സ്കോളർഷിപ്പ് പോലുള്ള ആവശ്യങ്ങൾക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുക. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട്, നേറ്റിവിറ്റി അതേപോലെ തന്നെ ഇവിടെ കാണിക്കണ ഈ 1 and same സർട്ടിഫിക്കറ്റുകൾക്കൊന്നും അപേക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് നേറ്റിവിറ്റിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SLC ബുക്കോ വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ 1 and same എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സർട്ടിഫിക്കറ്റ് നമ്മളെ ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു പേരും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ, മറ്റൊരു സർട്ടിഫിക്കറ്റിൽ വേറൊരു പേര്, അതായത് ഒരു സർട്ടിഫിക്കറ്റത്തെ പേര് തെറ്റാണ്, മറ്റേ സർട്ടിഫിക്കറ്റത്തെ പേര് ശരിയാണ്. SLC ബുക്കിൽ ഒരാളുടെ പേര് മുഹമ്മദാണ്, MUH ആണ് എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ അയാളുടെ ആധാർ കാർഡിൽ MOH ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് ഈ 1 and same എന്ന് പറയുന്നത്. ആദ്യം ഇത് വില്ലേജ് വഴി നമ്മൾ അപേക്ഷിച്ചിട്ട് അവിടുന്ന് വരേണ്ടത് ഉണ്ടായിരുന്നു, അപ്രൂവൽ കിട്ടി വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ 2 രേഖകൾ ഏതാണോ ഡിഫറൻസ് ഉള്ള ആ 2 രേഖകൾ, ആ രേഖകൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടിച്ചാൽ മതി എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 and same സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മളിതിൽ ഓൺലൈനിൽ അപേക്ഷിക്കണില്ല. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് വഴി നമ്മൾ അപേക്ഷിക്കുന്ന വില്ലേജിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റുകൾ. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു സർവീസാണ് വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ലാൻഡ് ഫോൺ ബില്ലുകൾ, മൊബൈൽ ഫോൺ ബില്ലുകൾ, വയർലെസ് ബില്ല്, അത് പിന്നെ ട്രാൻസാക്ഷൻ. അതായത് മെയിനായിട്ട് വാട്ടർ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും. അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കറണ്ട് ബില്ല് ഇതിൽ അടക്കാൻ പറ്റും, വാട്ടർ ബില്ലും ഇതിൽ അടക്കാൻ പറ്റും, യൂട്ടിലിറ്റി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് ചാർജും കൂടെ പിടിക്കും. അതുകൊണ്ട് നമ്മളിതൊന്നും ഇതിൽ ചെയ്യലില്ല. അത് ചെയ്യാൻ നമ്മൾ വേറെ അതിൻ്റെ സൈറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഇത്രയും നമ്മൾ പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ എന്ത് സ്റ്റെപ്പാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് ഉപയോഗിക്കാൻ, ഈ ഡിസ്ട്രിക്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അഡ്രസ്സ് വരുന്നത് www.edistrict.kerala.gov.in എന്നാണ് അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് പറയുന്നത് ഇങ്ങനെയാവും. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡിസ്ട്രിക്റ്റിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് അക്ഷയ ലോഗിനും അതുപോലെ ഒന്ന് സിറ്റിസൺ പോർട്ടലുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സിറ്റിസൺ പോർട്ടൽ കൂടെയാണ്. അക്ഷയ ലോഗിന് നമുക്ക് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര ആപ്ലിക്കേഷനും ചെയ്യാം. പക്ഷെ നമ്മൾ സിറ്റിസൺ പോർട്ടൽ വഴി ചെയ്യുമ്പോൾ ഒരു അപേക്ഷക്ക്, അതായത് ഒരു പോർട്ടലിൽ ഒരു മാസം 5 ആപ്ലിക്കേഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് നമ്മൾ കസ്റ്റമർ ആധാർ വെച്ചുകൊണ്ട് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ആധാർ വെച്ച് അവിടെ തന്നെ ചെയ്യുമ്പോൾ അതിക്ക് OTP ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് ജസ്റ്റ് ആധാർ നമ്പർ മാത്രം മതിയായിരുന്നു, OTP വെരിഫിക്കേഷനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കതിന് OTP വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഷോപ്പിലുള്ള സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് നമുക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഈ രജിസ്ട്രേഷൻ്റെയും അതുപോലെ സിറ്റിസൺ പോർട്ടലിൻ്റെയും ആവശ്യത്തിന് മാത്രമേ നമുക്ക് OTP ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇനി എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് തുറക്കുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുക. ഇതാണ് അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് യുവർ ഓൺ അക്കൗണ്ട്, യുവർ അക്കൗണ്ട് നൗ എന്നാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ആരെയാണ്, ഇതിൽ ഞാനൊരു ഡെമോ ആയിട്ട് ഒരാൾ ആധാർ, ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വന്ന ഒരാളുടെ ആധാർ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ
ചെയ്യണ ഇത് ഫസ്റ്റ് കാണുന്നത് നെയിമാണ്. അപ്പോൾ അവിടെ ഈ ആധാർ ഹോൾഡറെ നെയിം, അതായത് ആപ്ലിക്കൻറ്റിൻ്റെ നെയിം നമ്മൾ അടിച്ചു കൊടുക്കുക. അതിൽ പേര് മുഹമ്മദ് റാസിൻ KK എന്നാണ്. അപ്പോൾ അത് സ്പെല്ലിങ് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ ലെറ്ററിന് തന്നെ എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും, ഏതൊരു ആപ്ലിക്കേഷന് ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ കുട്ടീൻ്റെ പേര് മുഹമ്മദ് റാസിൻ KK എന്നാണ്. അപ്പോൾ അത് സ്പെല്ലിങ് തെറ്റാതെ തന്നെ ആധാർത്ത് അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടീൻ്റെത് വരുന്നത് 7/7/2018. അടുത്തുള്ളത് ജെൻഡറാണ്, അത് മെയിലാണ്. മെയിൽ ഓർ ഫീമെയിൽ, അത് ആധാർ വെച്ചിട്ട് ആധാർ എങ്ങനെ വെച്ചാൽ ആളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പിന്നുള്ളത് ആധാർത്തെ അഡ്രസ്സ് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഇവരുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ലൊക്കാലിറ്റി, ഡിസ്ട്രിക്റ്റ്. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ ഈ ആധാറിൽ ഏത് നമ്പറാണോ ആ നമ്പറാണ് നമ്മൾ മൊബൈൽ നമ്പറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആധാർ നമ്പർ അടിച്ചു കൊടുക്കാനാണ്. ഇവിടെ നമുക്ക് ആധാർ നമ്പർ അടിച്ചത് കറക്റ്റാണോ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ അവിടെ ഷോ എന്ന് കൊടുത്ത് കാണിച്ചാൽ നമ്മൾ അടിച്ച ആധാർ നമ്പർ കാണിക്കും. അതർവൈസ് ഇതിങ്ങനെ ഡോട്ടായിട്ടാണ് കാണിക്കുക. പിന്നെ നെക്സ്റ്റ് എൻ്റെ വാലിഡ് ഇമെയിൽ ID എന്നാണ്. അപ്പോൾ ഇമെയിൽ ID നമ്മളൊരു ഡെമോ അടിച്ച് കൊടുത്താൽ മതിയാവും. കാരണം ഇമെയിൽ IDക്ക് നമുക്ക് വെരിഫിക്കേഷൻ പോകണില്ല, ഇമെയിൽ ID വെരിഫിക്കേഷൻ നിർബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇമെയിൽ ID ചിലപ്പോൾ ഈ കുട്ടീൻ്റെയൊക്കെ കേസിൽ കുട്ടിക്കൊരു ഇമെയിൽ ID ഉണ്ടാവില്ല. അതുപോലെ പ്രായമായ ആളുകൾ, പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഇപ്പോൾ ഫോണൊന്നും ഉപയോഗിക്കാത്ത പ്രായമായ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ SC നമ്മളെ കുറച്ച് വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊന്നും എന്തുണ്ടാവില്ല, ഇമെയിൽ ID ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു പ്രശ്നം വരാക്കാൻ വേണ്ടി തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ കുട്ടീൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ഡെമോ ഇമെയിൽ ID കൊടുത്താൽ മതിയാവും. ഇനി ഇമെയിൽ ID ഉള്ള ആളുകളാണെങ്കിൽ അത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കുട്ടീൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പാസ്വേഡാണ്. അപ്പോൾ പാസ്വേഡ് ഇതിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പാസ്വേഡ് ഷുഡ് ബി കോമ്പിനേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ്, അതായത് ഒരു വലിയ അക്ഷരം വേണം, 1 ലോവർ കേസ്, അതേപോലെ ഒരു ചെറിയ അക്ഷരം വേണം, 1 നമ്പർ, അതേപോലെ ഒരു നമ്പർ വേണം, 1 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും വേണം. അതായത് ഹാഷോ @ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. വിത്തൗട്ട് സ്പേസ് പാടില്ല. ഷുഡ് നോട്ട് ഹാവ് കൺസെക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് നമ്മൾ 1 2 3 തുടർച്ചയായിട്ടുള്ള അക്കങ്ങളൊന്നും പാടില്ല. അപ്പോൾ അത് ഷഫിൾ ചെയ്തിട്ടാവണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടീൻ്റെ പേര് റസിൻ എന്നാണല്ലോ, അപ്പോൾ R ക്യാപിറ്റൽ കൊടുത്തു. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, അതായത് അറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തു,
0085 ആക്കി കൊടുത്തു. ഇവിടെ തന്നെ സെയിം പാസ്വേഡ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. പാസ്വേഡ് മാച്ച് അല്ല കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച പാസ്വേഡുകൾ ആണ് അതിൽ കാണിക്കുക. അത് നമ്മൾ ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളെ ക്രോം ഗൂഗിളിനായിട്ട് സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് സേവ് ആയി വരും. അപ്പോൾ അത് ചെയ്യണത് നല്ലതാണ്. നമ്മളെന്ത് പാസ്വേഡ് മറക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ എല്ലാം എഴുതി വെക്കണം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് സേവ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു റിക്കവറി ക്വസ്റ്റ്യൻ കൊടുക്കുക. അതായത് പാസ്വേഡ് നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും മറക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഏതെങ്കിലും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ ഒരു ആൻസർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാണുന്ന ക്യാപ്ച അടിച്ചു കൊടുക്കുക. 49 അതായത് 999994. ഇവിടെ എഗ്രി കൊടുക്കുക, വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആധാർ വെരിഫിക്കേഷൻ ഫെയിൽഡ് ആണ്. അത് കാരണം ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ഏതെങ്കിലും ഒന്നിൽ പ്രശ്നമുണ്ടാവും. നമുക്ക് ഏതാണെന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതാണ് ഈ എന്നുള്ള ഇത് എ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു പ്രശ്നം വന്നത്. ആധാർ നമ്പർ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ ഈ ഷോ ഓപ്ഷനിൽ കൊടുക്കാം. നമുക്കിവിടെ ഓൾറെഡി ലോഗിൻ നെയിം അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഒന്നുകൂടെ ഒന്ന് വാലിഡേറ്റ് കൊടുക്കാം.
ആധാർ വെരിഫൈഡ് കാണിച്ചു. പ്ലീസ് ക്ലിക്ക് ദ രജിസ്റ്റർ ബട്ടൺ ഫോർ ഫർദർ പ്രോസസ്സ്. ഇവിടെ ഓക്കെ കൊടുത്താൽ ഇവിടെ OTP മൊബൈലിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ OTP ചോദിച്ചിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 OTP ചോദിക്കുന്നുണ്ട്. ഒന്ന് ഇമെയിലേക്ക് പോയതാണ്, അതേപോലെ ഒന്ന് മൊബൈലിലേക്ക് പോയതാണ്. അപ്പോൾ നമുക്ക് ഇമെയിൽ ഓൾറെഡി നമ്മളൊരു ഡെമോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് എന്തായാലും പോകില്ല. അപ്പോൾ നമ്മൾ മൊബൈലിൽ വന്നത് ഇവിടെ കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കൺഫേം കൊടുത്താൽ ഇവിടെ യൂസർ ക്രിയേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിങ്ക്രണൈസ് ഓൺ ആക്കിയിട്ട ഒരു ക്രോമാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ സേവ് എന്തായാലും കൊടുക്കുക. അപ്പോൾ സേവ് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ ആ പാസ്വേഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത പാസ്വേഡ് ഇവിടെ ഈ ഒരു ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതന്നെ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സേവ് കൊടുക്കുക. ഇനി ലോഗിൻ, ഇവിടെ യൂസർ ക്രിയേഷൻ ഇപ്പോൾ സക്സസ്ഫുൾ എന്ന് കാണിച്ചു. അടുത്തത് സ്റ്റെപ്പ് ഫോർ ലോഗിൻ, ക്ലിക്ക് ഹിയർ. അപ്പോൾ അവിടെ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഇവിടെ ഈ ഓപ്ഷനിൽ ഇവിടെ സൈൻ ഇൻ എന്ന് കൊടുക്കാം. നമ്മൾ സൈൻ ഇൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടിൻ്റെ ഇമെയിൽ ID കൊടുത്തത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ ഓൾറെഡി അത് വന്ന് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് അതേപോലെ അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് പാസ്വേഡ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്യാപ്ച കൂടി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതെന്താ വെച്ചാൽ നമ്മൾ ആ കൊടുത്ത പാസ്വേഡ് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പുതിയ ക്രിയേഷൻ്റെ സമയത്തും അതുപോലെ 3 മാസം കഴിയുമ്പോഴും ഈ ഒരു ഓപ്ഷൻ എന്തായാലും വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാസ്വേഡ് നമ്മൾ resin@0085 എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആ ഫോർമാറ്റിൽ തന്നെ ഒരു പാസ്വേഡ് വീണ്ടും കൊടുക്കുക, ന്യൂ പാസ്വേഡായിട്ട് കൊടുക്കുക. അപ്പോൾ യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. ഇവിടെ ഒന്നുകൂടെ ഒന്ന് കൺഫേം, നേരത്തെ പോലെ തന്നെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ് പാസ്വേഡ് കൊടുത്താൽ അത് ഇതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വീണ്ടും സൈൻ ഇൻ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ആ പോർട്ടൽ ക്രിയേറ്റ് ആയി. അതായത് നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് എന്ന സൈറ്റിൽ കയറാനുള്ള പോർട്ടൽ ക്രിയേറ്റ് ആയി. ഇനി സൈൻ ഇൻ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് വൺ ടൈം രജിസ്ട്രേഷനാണ്. അപ്ലിക്കൻ്റ് വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പം ഇതിൽ വൺ ടൈം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ, ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ കുട്ടിക്കാണെങ്കിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഉപ്പാൻ്റെ പേരിലാണ്, അതായത് അച്ഛൻ്റെ പേരിലാണ്. അപ്പോൾ ആരെ പേരിലാണോ, അപ്പോൾ ഈ കുട്ടിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഈ കുട്ടിക്ക് ഇപ്പോൾ 2018 കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് 18 വയസ്സായിട്ടില്ല. അപ്പോൾ
ഉപ്പാൻ്റെ പേരിലാണ് എന്ത് ചെയ്യേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആരുടെ പേരിലാണ്, അതായത് ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് ആയാലും വരുമാന സർട്ടിഫിക്കറ്റ് ആയാലും ആർക്ക് വേണ്ടിയാണോ നമ്മളത് അപേക്ഷിക്കണമെന്ന് വെച്ചാൽ അയാളുടെ പേരിലാണ് എന്ത് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇതിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 18 വയസ്സാവാത്ത ഒരു കുട്ടിയുടെ കേസിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ സിറ്റിസൺ പോർട്ടൽ വേണമെങ്കിൽ ഈ കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സിറ്റിസൺ പോർട്ടൽ നമ്മൾ ആദ്യം മുന്നേ പറഞ്ഞു, ഈ ഡിസ്ട്രിക്റ്റ് എന്ന പോർട്ടൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൺ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഈ കുട്ടിയുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കുട്ടിക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അച്ഛൻ്റെ പേരിലാണ്, 18 വയസ്സാവാത്തതിനെ കൊണ്ട് അച്ഛൻ്റെ പേരിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ അപേക്ഷിക്കണം. അപ്പോൾ നേരത്തെ നമ്മളൊരു റിയൽ കേസ് തന്നിരുന്നത് സിറ്റിസൺ പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ ഒരു OTP കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു ഡെമോ കാണിച്ചു തരാണ്, രജിസ്ട്രേഷൻ, വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നെയിം ഓഫ് പേഴ്സൺ ഫോർ ഹൂം സർവീസ് ഔട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഓല പേര് എഴുതുക. അപ്പോൾ നമ്മളൊരു ഈ കുട്ടിയുടെ അവൻ്റെ പേര് ഒരു മുഹമ്മദ് എന്നിട്ട് കൊടുക്കാം. മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഫോർമാറ്റിൽ തന്നെ കൊടുക്കണം. അതായത് ഡേറ്റ് ഹൈഫൺ മന്ത് ഹൈഫൺ ഇയർ. വീട്ടു നമ്പർ കൊടുക്കുക. വീട്ടു നമ്പർ കൊടുക്കുമ്പോൾ വാർഡ് നമ്പർ ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് വീട്ടു നമ്പർ, നമ്മളെ വീടിൻ്റെ നമ്പർ എത്ര വെച്ചാൽ, അപ്പോൾ അതൊക്കെ റേഷൻ കാർഡിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. വീട്ടു നമ്പർ, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, വില്ലേജ് പോരൂർ. ലോക്കൽ ബോഡി ടൈപ്പ് ചോദിക്കും. അവിടെ ലോക്കൽ ബോഡി ടൈപ്പ് ചില ലോക്കൽ ബോഡി എന്താവും, ഗ്രാമപഞ്ചായത്തുകളേക്കാരം, ചിലത് മുനിസിപ്പാലിറ്റിക്കാരം, ചിലത് കോർപ്പറേഷനാവും. അപ്പോൾ അത് ഏതാ വെച്ചാൽ അങ്ങനെ കൊടുക്കണം. അതൊക്കെ നമ്മളെ സ്ഥാപനമുള്ള ഏരിയക്കനുസരിച്ചാണ്. ഇപ്പം ഇവിടെ നമുക്കറിയാം പെരിന്തൽമണ്ണ നഗരസഭയാണ്, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അവിടെ സ്ഥാപനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും എപ്പോഴും വരിക മുനിസിപ്പാലിറ്റി ആവും. അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോഴിക്കോടാണ് വരുന്നത് വെച്ചാൽ അവിടെ കോർപ്പറേഷനാവും. അപ്പോൾ അവിടെ ഇങ്ങനെ കോർപ്പറേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, അതായത് അപ്ലിക്കൻറ്റിൻ്റെ കാര്യം കൂടെ നോക്കണം. അതായത് അപ്ലിക്കൻറ്റിൻ്റെ ആധാറിൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനത്തെ ആളാണെന്ന് വെച്ചെങ്കിൽ കോർപ്പറേഷൻ കൊടുക്കുക, ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുക. ഏതാണ് ഗ്രാമപഞ്ചായത്ത് കൊടുക്കുക. പിന്നുള്ളത് ഇപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അടുത്ത പെർമനൻ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ സെയിം തന്നെ ആവും മിക്കവാറും എല്ലാവരും, 90-95% അത് തന്നെയാവും. അപ്പോൾ ഇവിടെ സെയിം മാസം ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഈ സെയിം കാര്യങ്ങളൊക്കെ ഇവിടേക്ക് കോപ്പി ആവണതാണ്. പിന്നെ അച്ഛൻ്റെ പേര് കൊടുക്കുക. മദറിൻ്റെ പേര്, അതായത് ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ പേര്. പിന്നെ ഈ ഒരു ഭാഗം നമ്മളെന്തായാലും ഇത് എല്ലാ സർട്ടിഫിക്കറ്റിനും പല രീതിയിലാണ്. ഇപ്പോൾ
വരുമാന സർട്ടിഫിക്കറ്റിന് ഇവിടെ അച്ഛൻ്റെ പേര് മാത്രം ഉണ്ടായാൽ മതി. ജാതി സർട്ടിഫിക്കറ്റിനാണെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര് വേണം, ജാതി ഏതാണെന്ന് കാണിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും ഇനിയിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിനാണെങ്കിൽ കൂടി ആവശ്യമില്ലെങ്കിൽ കൂടി ഈ ഏരിയ എന്തായാലും നമ്മൾ ഫില്ലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഈ ഒരു കസ്റ്റമർ തന്നെ നമ്മളെ അടുത്തേക്ക് വേറൊരു ആവശ്യത്തിന് വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടാൽ മതിയാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അടുത്തത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ ഇമെയിൽ ID കൊടുക്കണമെന്നില്ല. റേഷൻ കാർഡ് മസ്റ്റാണ്. റേഷൻ കാർഡ് എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ റേഷൻ കാർഡ് നമ്പർ എന്തായാലും കൊടുക്കണം. അപ്പോൾ റേഷൻ കാർഡ് നമ്പർ എല്ലാ ആപ്ലിക്കേഷൻ്റെ കൂടെയും ആ ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ റേഷൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കലും നിർബന്ധമാണ്. അപ്പോൾ 10 അക്കമാണ് ഉണ്ടാവുക. ഞാനൊരു ഡെമോ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഒന്നും വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട, ഇലക്ഷൻ ID കാർഡ് വേണം, പാസ്പോർട്ട് വേണ്ട, SLC നമ്പർ അതൊന്നും വേണ്ട. അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇവിടെ വെരിഫൈഡ് കാണിക്കും. സബ്മിറ്റ് ഫോർ ഫർദർ പ്രോസസ്, ഓക്കെ. പിന്നെ അടുത്തത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ആരെ പേരിലാണോ, അതായത് ആരെ ആധാർ വെച്ചിട്ടാണോ പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അയാളുടെ ഫോൺ നമ്പർക്ക് ഈ OTP പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പേരിലുള്ള പോർട്ടൽ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്, നേരത്തെ ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് OTP വന്നിട്ടുണ്ടാവും. ഞാൻ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ OTP 0807 വന്നുള്ളത്. അപ്പോൾ ഞാനതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺഫേം കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയാണ് വരിക. അതായത് യുവർ രജിസ്ട്രേഷൻ റെക്കോർഡഡ് സക്സസ്ഫുള്ളി, ദ രജിസ്ട്രേഷൻ നമ്പർ ഈസ് എന്നിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അതേപോലെ ടു അപ്ലൈ സർവീസസ് സെലക്ട് റെസ്പെക്റ്റീവ് മെനു ഫ്രം ദ ടോപ്പ് സൈഡ്. അതായത് നമ്മളിവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഇയാളുടെ പേർക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നുള്ളത് ഈ വൺ ടൈം രജിസ്ട്രേഷൻ്റെ താഴെയുള്ളത് എഡിറ്റ് രജിസ്ട്രേഷനാണ്. എഡിറ്റ് രജിസ്ട്രേഷന് നമ്മൾ എന്തെങ്കിലും മാറ്റം മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടെങ്കിലോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ റേഷൻ കാർഡിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യാൻ മറന്നു എങ്കിലൊക്കെ ഈ എഡിറ്റ് രജിസ്ട്രേഷനിലാണ് പോവുക. അപ്പോൾ നമ്മൾ ആരെ പേര് വെച്ചാൽ ഇപ്പോൾ മുഹമ്മദ് എന്നുള്ള പേര് വരും. അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്താ എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാം. അതർവൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാതെ അല്ലാതെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഇവിടെ ഒരു ഡോക്യുമെൻ്റ് കാണുന്നത് അപ്ലോഡ് മൈ ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇതിൽ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഇപ്പോൾ നമ്മൾ ആരെ പേർക്കാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മുഹമ്മദ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ സ്കാൻ ചെയ്യണ കോപ്പി ഇപ്പോൾ നമ്മൾ ആധാറാണ് സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ ആധാർ എന്തുണ്ടാവും, 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ 2 പേജ് ഉണ്ടാവും. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അത് ഒരു പേജ് 100 KB പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റ് 10 പേജ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ചില ആധാരം ഇപ്പോൾ നമ്മൾ പൊസഷൻ കൈവശത്തിന് അപേക്ഷിക്കുമ്പോൾ ചില ആധാരങ്ങൾ എന്തുണ്ടാവും 12, 13 പേജ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള ഫസ്റ്റ് പേജിൻ്റെ ബാക്ക് സൈഡ്, പിന്നെ സെക്കൻഡ് പേജ്, അതിൽ ഒരു 5th or 6th പേജ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് മൊത്തം, പിന്നെ ലാസ്റ്റ് പേജ് എന്തായാലും വേണം. അത് ഒരു പട്ടികയുള്ള കോളുണ്ടാവും. അത് നമുക്ക് കൈവശം പൊസഷനും നോൺ അറ്റാച്ച്മെൻറ്റൊക്കെ വിശദീകരിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ 10 പേജാണ് ഒരു ഡോക്യുമെൻറ്റ്, ഒരു ഹെഡ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് പറയുമ്പോൾ നമ്മൾ ആധാർ ഇവിടെ സെലക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇതിൽ മാക്സിമം 10 പേജാണ് പോവുക. അപ്പോൾ ഞാനത് ഇവിടെ തൽക്കാലം ഒരു ആധാർ ഇവിടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം.
കണ്ടോ, ആധാർ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ വ്യൂ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് വേണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പുതിയത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അതേപോലെ തന്നെ ഈ ഒരു ആധാറിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു ആധാരമാണ്, അതായത് ആധാരം നമ്മൾ രജിസ്ട്രേഷൻ ഡീഡ് അതാണ് വെക്കണമെങ്കിൽ അത് നമ്മൾ എന്തുണ്ടാവും, 10 അല്ലെങ്കിൽ 12 പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇതെന്താവാൻ പാടില്ല, 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് 10 പേജിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ 10 പേജുള്ളത് 1 MB മേലെ, 1 MB 100 KB ഒരു പേജ് പാടുള്ളൂ. അങ്ങനത്തെ ആ ഒരു കണക്കനുസരിച്ച് 1 MB മേലെ ഒരു ഡോക്യുമെൻറ്റും പോകാൻ പാടില്ല. അപ്പോൾ അതായത് ഒരു പേജ് 100 KB ഉള്ളിലായിരിക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു പേജ് ഉള്ളൂ എങ്കിൽ അതെന്താവണം, 100 KB ഉള്ളിലായിരിക്കണം. 2 പേജ് ഉള്ളൂ എങ്കിൽ 200 KB ഉള്ളിലായിരിക്കണം. 3 പേജ് ഉള്ളൂ എങ്കിൽ 300 KB ഉള്ളിലായിരിക്കണം. 4 പേജ് ഉള്ളൂ എങ്കിൽ 400 KB ഉള്ളിലായിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അതേപോലെ 5 KB ഉള്ളൂ വെച്ചെങ്കിൽ 500 KB ഉള്ളിലായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷന് മസ്റ്റായിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ആവില്ല. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അത് മാക്സിമം കുറഞ്ഞ KB സ്കാൻ ചെയ്തിട്ട് അത് നോക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ നമ്മൾ അപ്ലോഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, സൈസ് റെഡ്യൂസ് ചെയ്യാൻ ഓൺലൈനായിട്ട് ഒരുപാട് ടൂളുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിലത്തെ ഫസ്റ്റ് 2 സ്റ്റെപ്പ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഒന്ന് പോർട്ടൽ ക്രിയേഷനാണ്, അതിൻ്റെ കാര്യങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് 1 ടൈം രജിസ്ട്രേഷനാണ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. പോർട്ടൽ ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന പോർട്ടൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷനാണ്. അത് ആധാർ വെരിഫൈഡ് ആണ്, അപ്പോൾ ആധാർക്ക് അതിൻ്റെ OTP പോവും. അതുപോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ആർക്ക് വേണ്ടിയാണോ നമ്മൾ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്, അയാളുടെ പേരിൽ ചെയ്യുന്ന രജിസ്ട്രേഷനാണ് 1 ടൈം രജിസ്ട്രേഷൻ. നമ്മൾ എന്ത് ആവശ്യത്തിന് ആയാലും 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു തവണ ചെയ്താൽ മതി, അതിൽ നമുക്ക് 5 ആപ്ലിക്കേഷൻ വരെ പോകും. പക്ഷേ അതിൻ്റെ ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർക്ക് OTP പോകുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി 1 ടൈം രജിസ്ട്രേഷന് നമ്മൾ ചെയ്യുന്നത് ഈ ആരുടെ പേരിലാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അവരുടെ പേരിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്.